പ്രേതഭവനമായി മാറുന്നു. മാർച്ച് 27-ന് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസികളിലൊന്നായ BBC ലോകത്തോട് പറഞ്ഞു, ഇത് എത്രയോ കാലമായി ഞങ്ങൾക്കറിയാവുന്ന സത്യമാണ്. എങ്കിലും കേരളത്തിലെ ആരും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ കണ്ടതായി തോന്നിയില്ല. ആരും പ്രതികരിച്ചു കണ്ടില്ല. എന്ത് പ്രതികരിക്കാൻ എന്നാവും. ഇങ്ങനെ പോയാൽ നാം എവിടെയെത്തും? ഈ വേലിയിറക്കത്തിൽപ്പെടുന്ന ഓരോ സമുദായവും സ്വയം ചോദിക്കേണ്ടതില്ലേ? സമൂഹം ഇല്ലാതാകുമ്പോൾ പണത്തിനായി നാം കെട്ടിപ്പടുക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും കല്യാണ മണ്ഡപങ്ങളും ലൈഫ് സ്റ്റാർ വിദ്യാലയങ്ങളും ആർക്കു വേണ്ടി? ഈ വേലിയിറക്കത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് ആരും ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? BBC-യുടെ സൗദിക് വിശ്വാസ് കേരളത്തിലെ കുമ്പനാട് ഗ്രാമത്തിലെത്തി വിശദമായി പഠിച്ചാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക മാറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇവിടുത്തെ സ്കൂളുകളിൽ ഇന്ന് കുട്ടികളില്ല. അധ്യാപകർ ജോലി ഉറപ്പിക്കുന്നതിന് കുട്ടികളെ തേടി പോകുന്നു. കുട്ടികളുടെ യാത്രാ ചെലവ് വഹിക്കുന്നത് അധ്യാപകരാണ്. സ്കൂളിൽ വരാൻ താല്പര്യമില്ലാതെ കഴിയുന്ന കുട്ടികളെ അവർ നിർബന്ധിച്ച് കൊണ്ടുവരികയാണ്. അതിനുള്ള ഓട്ടോ ചെലവായ 2800 രൂപ അവർ അവരുടെ ശമ്പളത്തിൽ നിന്നും സമാഹരിച്ചെടുക്കുന്നു. ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളെ പിടിക്കുവാൻ പോകാറുണ്ടത്രേ. ഞങ്ങൾ എന്തു ചെയ്യാനാ? ഇവിടെ വീടുകളിൽ കുട്ടികളില്ല, പ്രിൻസിപ്പൽ BBC-യോട് ചോദിച്ചു. ഈ പരിസരത്തുള്ള 20 സ്കൂളുകളിലെയും സ്ഥിതി മോശമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 1980-കളിൽ 700 കുട്ടികൾ പഠിച്ചിരുന്ന ഇവിടുത്തെ വിദ്യാലയത്തിൽ ഇന്നുള്ളത് 50 കുട്ടികൾ. 150 വർഷത്തെ പഴക്കമുള്ള വിദ്യാലയമാണിത്. അവിടുത്തെ 7ാം ക്ലാസ്സിൽ ഉള്ളത് 7 കുട്ടികൾ. 2016-ൽ 7ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് 1 കുട്ടിയാണത്രേ. ഒരിക്കൽ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ച് വലിയവരാക്കുവാൻ, അവരുടെ കണ്ണു തെളിയിക്കാൻ മാതാപിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തി കുട്ടികളെ വീട്ടിൽ നിന്നും വിടുവിച്ച് സ്കൂളുകളിൽ എത്തിക്കാൻ വീടു കയറിയിരുന്ന നാട്ടിൽ ഇന്ന് അധ്യാപകന് ജീവിക്കാൻ വേണ്ടി കുട്ടികളെ തേടുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. നാട് കടന്നുപോയ വലിയ സാംസ്കാരിക പരിവർത്തനത്തിന്റെ സൂചന ഈ മാറ്റത്തിൽ തന്നെയുണ്ട്. അന്ന് കുട്ടികളുടെ പുരോഗതിയായിരുന്നു ലക്ഷ്യം. ഇന്ന് അധ്യാപകരുടെ വഴിത്തിപ്പിഴപ്പും. എല്ലാം പണത്തിനു വേണ്ടി മാത്രമായി. ദൈവഭയം ഇല്ലാതെ ഭൗതിക പുരോഗതി മാത്രം ലക്ഷ്യം വെക്കുന്ന കാലത്തിന്റെ ദുർഗതി. കുമ്പനാടിനും പരിസരത്തുമുള്ള 11,118 വീടുകളിൽ 15% പൂട്ടിക്കിടക്കുന്നു. ഉദ്യോഗസ്ഥർ വിദേശത്താണ്. വീടുകളെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ക്രമമായി ചായം വരെ പൂശുന്നുണ്ട്. ആൾതാമസം ഇല്ലെന്ന് മാത്രം. ഒരു ആശുപത്രി, ഒരു സർക്കാർ ഡിസ്പെൻസറി, 30-ലേറെ ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ, 3 വൃദ്ധസദനങ്ങൾ, 2 ഡസനിലധികം ബാങ്കുകൾ, 1/2 കിലോമീറ്ററിനുള്ളിൽ 8 ബ്രാഞ്ചുകൾ. ലോകത്തെല്ലായിടത്തും നിന്ന് ഇവിടെ പണം എത്തുന്നുണ്ട്. പോയ വർഷം ഇന്ത്യയിലേക്ക് വന്ന 100 ബില്യൺ വിദേശ പണത്തിന്റെ 10% കേരളത്തിലാണ് വന്നത്. കേരളത്തിലെ ആയുർദൈർഘ്യം 75 വയസ്സാണ്. ദേശീയ ശരാശരിയേക്കാൾ 6 വയസ്സ് കൂടുതൽ. പക്ഷേ ജനന നിരക്കാകട്ടെ ഏറ്റവും കുറവും, 4.9%. പഠിച്ചു കഴിയുന്ന കുട്ടികൾക്ക് നാട് വിടാനാണ് താല്പര്യം. വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്നു. ഒറ്റയ്ക്ക് കഴിയുന്ന വൃദ്ധരുടെ ചിത്രവും BBC കൊടുക്കുന്നു. 2 നില വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അന്നമ്മ ജേക്കബാണ് ഒന്ന്. 12 മുറിയുള്ള വലിയ വീടാണ് അന്നമ്മയുടേത്. അന്നമ്മയുടെ ഭർത്താവ് ജേക്കബ് കേരളത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. മകൻ അബുദാബിയിലാണ്. മകളുടെ ഭർത്താവും വിദേശത്താണ്. അയൽപക്കത്തെ 2 വീടുകളും പൂട്ടിക്കിടക്കുന്നു. അവിടുത്തെ മാതാപിതാക്കൾ മക്കൾക്കൊപ്പം വിദേശത്താണ്. വളർത്തുപട്ടി ഡയാനയുമായി സംസാരിക്കുന്നു. വീട്ടിലെ പാരസെറ്റമോൾ ടാബ്ലറ്റ് വരെ വിദേശ നിർമ്മിതമാണ്. ഹൃദ്രോഗവും വാദവും ഏകാന്തതയ്ക്കൊപ്പം അന്നമ്മയെ ശല്യപ്പെടുത്തുന്നുണ്ട്. CCTV ക്യാമറയാണ് കാവൽ. വീടിന് ചുറ്റുമുള്ള പറമ്പിൽ കൃഷിയൊന്നും ചെയ്യുന്നില്ല. കൂലി തന്നെ വലിയ വിഷയം. അന്യസംസ്ഥാന തൊഴിലാളികളെ ഭയവുമാണ്. അവർ എന്നെ കൊന്നെങ്കിലോ? അന്നമ്മ ചോദിക്കുന്നു. സ്വയം കൃഷി ചെയ്യുന്നവർ കൊത്തിക്കളച്ച് വല്ലതും കൃഷി ചെയ്യുന്നു. ആരും കാര്യമായി പണം വീട്ടിൽ സൂക്ഷിക്കാത്തതുകൊണ്ട് മോഷണം പാടെ കുറവാണെന്ന് പോലീസ് പറയുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധരെ വീട്ടുകാരും ബന്ധുക്കളും വീട്ടുവേലക്കാരും കളിപ്പിക്കാറുണ്ട്. അത്തരം പരാതികൾ ഉണ്ടാകാറുമുണ്ട്. പോലീസ് വൃദ്ധരെ അന്വേഷിക്കുന്നുണ്ട്. 160 വൃദ്ധരാണ് അവിടുത്തെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അനക്കമില്ല. വാതിൽ തുറന്ന് അകത്തു കയറിയപ്പോൾ വൃദ്ധ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നു. പിന്നെ ആശുപത്രിയിലാക്കി. വൃദ്ധസദനങ്ങൾ പലതുമുണ്ട്. മാർത്തോമാ സഭയുടെ വൃദ്ധർക്കായുള്ള ഭവനത്തിൽ 85-നും 101-നും ഇടയിൽ പ്രായമുള്ള 100 പേരുണ്ട്. മക്കൾ മാസം 50,000 രൂപ വെച്ച് തരുന്നു. അടുത്തുള്ള ധർമ്മഗിരി വൃദ്ധസദനത്തിൽ 60 പേരുണ്ട്. കഴിഞ്ഞ വർഷം 31 പേരെ പ്രവേശിപ്പിച്ചു. 60 വൃദ്ധർക്കായുള്ള പുതിയ മന്ദിരം തയ്യാറാവുകയാണ്.
വംശനാശം വരുന്ന സമൂഹത്തെക്കുറിച്ച് എന്തേ ആർക്കും വേവലാതിയില്ല. സുഭിക്ഷത തേടി ഇസ്രയേലിൽ നിന്നും ഈജിപ്തിലേക്ക് പോയ യാക്കോബിന്റെ മക്കളെ പോലെയാകുകയല്ലേ കേരളത്തിലെ സമൂഹം. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലെ വലിയ അത്ഭുതങ്ങൾ പോലും IELTS പരീക്ഷയിൽ കിട്ടുന്ന വിജയമല്ലേ. കേരളത്തിലെ ഒരു മുൻ ചീഫ് സെക്രട്ടറി തപസ് ധ്യാനം കൂടാൻ പോയ കഥ ഓർക്കുന്നു. 3 ദിവസത്തെ തപസ് ധ്യാനം കഴിഞ്ഞ് അനിയനോടും സുഹൃത്തിനോടും കൂടെ കാറിൽ മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല അനുഭവമായിരുന്നു. പക്ഷേ സാക്ഷ്യമെല്ലാം IELTS ജയത്തിന്റെ കഥകളായിരുന്നു. അച്ചായ, അത് അത്ഭുതം തന്നെയാണ്, ഒപ്പമുണ്ടായിരുന്ന അനിയൻ പറഞ്ഞു. അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജ് അധ്യാപകനാണ്. ഞങ്ങളുടെ ചീഫ് ഈയിടെ ആ പരീക്ഷ എഴുതി തോറ്റു. അച്ചായൻ അറിയാമോ? IELTS ആയി പലരുടെയും ജീവിത ലക്ഷ്യം. ധ്യാനം കൂടുന്നവരുടെ ലക്ഷ്യം പോലും അതായി. ഇവിടെ നല്ല ജോലിയും ശമ്പളവും ഉള്ളവർ പോലും വിമാനം കയറുകയാണ്. വൃദ്ധരായ മാതാപിതാക്കളുടെ കാര്യം ഒന്നും വിഷയമല്ല. ജീവിതം പണമുണ്ടാക്കാനും സുഖിക്കാനും മാത്രം ഉള്ളതാണെന്നാണ് വിശ്വാസം. മാതാപിതാക്കളും ആത്മീയ ഗുരുക്കന്മാരും ജീവിതത്തിന്റെ സാമൂഹിക മാനം പറഞ്ഞു കൊടുക്കുവാനോ ജീവിച്ചു കാണിക്കുവാനോ നോക്കാത്ത കാലം. അത്തരം മഹാപ്രളയത്തിൽ ഇതിലപ്പുറം എന്ത് സംഭവിക്കാൻ? കാണാതെ പോകുന്ന വലിയ സാമൂഹിക മാറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് തടയാനായില്ലെങ്കിൽ കേരള സംസ്കൃതി ഇല്ലാതാകും. ചില സമുദായങ്ങളും അവരുടെ സംസ്കാര ചേരുവകളും ഇവിടെ ഇല്ലാതാകും. കേരളം നാം കാണുന്നതും മനസ്സിലാക്കുന്നതുമായ നാട് അല്ലാതാകും. ലോത്തിന്റെ നാളുകളെ പോലെ തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും നട്ടും വീട് പണിതും നാം ഭൗതികരായി കടന്നു പോകുന്നു. വലിയ ദുരന്തത്തിലേക്കാണ് യാത്ര. വിദേശത്ത് പോകുന്ന 1ാം തലമുറ, അതായത് കുടിയേറ്റക്കാർ, ഇവിടെ നിന്നും കിട്ടിയ വിശ്വാസം ജീവിക്കുന്നുണ്ടാവാം. പക്ഷേ അടുത്ത തലമുറ കുടിയേറുന്ന നാടിന്റെ ഭൗതിക ശ്വാസം ശ്വസിച്ചല്ലേ വളരുന്നത്. 2ാം തലമുറ വിശ്വാസത്തിൽ നിന്നാൽ അത്ഭുതപ്പെടുക. ഗേ വിവാഹവും ലെസ്ബിയനിസവും മയക്കുമരുന്നും ഒത്തുവാസവും എല്ലാം ഇന്നലെ അബദ്ധമായിരുന്നെങ്കിൽ ഇന്ന് ആചാരമാകുന്നു, നാളെ ചട്ടമായി മാറുന്നു. വ്യക്തി സ്വാതന്ത്ര്യം എല്ലാ പരിധികളും കടന്നു വാഴുന്നു. മകനോ മകൾക്കോ വിവാഹം ആലോചിക്കാൻ എന്നല്ല, മകളുടെയോ മകന്റെയോ തോന്നിവാസത്തെ ചോദ്യം ചെയ്യുന്ന മാതാപിതാക്കളെ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പോലീസും വരെ പിടിക്കുന്ന കാലം. മക്കളെ ശിക്ഷണം കൊടുത്തു വളർത്താൻ അനുവാദമില്ലാത്ത ലോകം. വല്ലാതെ ആസുരമാകുന്ന ഇക്കാലത്ത് ഇത്തരം ദുരന്തങ്ങൾ സ്വാഭാവിക പരിണാമമാണ്. കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് എന്ന ലൂക്കയുടെ സുവിശേഷം 12ാം അധ്യായം 56ാം വചനത്തിലെ യേശുവിന്റെ ചോദ്യം ഏറെ പ്രസക്തമാവുകയാണ്. അന്ന് യേശു ജനക്കൂട്ടത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ അറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? പഴയ തലമുറയിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ യാത്രയയപ്പ് സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, രാത്രി മുഴുവൻ ഓഫീസിലും പകൽ വീട്ടിൽ ഉറക്കവുമായി ജീവിച്ചതുകൊണ്ട് ഞാൻ വൃദ്ധനായതോ, എന്റെ മക്കൾ പിച്ച വെക്കുന്നതോ നടക്കുന്നതോ എന്റെ ഭാര്യയുടെ മുടിയിൽ വെളുപ്പ് പടരുന്നതോ ഒന്നും കാണാൻ എനിക്കായില്ല. ഇനി അത് കാണാനും കഴിയില്ല. 12 വയസ്സുകാരിയായ മകളെ മയക്കുമരുന്നിന് അടിമയും മയക്കുമരുന്ന് കച്ചവടക്കാരിയും ആക്കിയ കേസിലെ പ്രതികളെ പിടികൂടാനും മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കണ്ണികളെ കണ്ടെത്താനും കേസ് CBI അന്വേഷിക്കണം എന്ന ആവശ്യവുമായി ഒരു അമ്മ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. കേരള പോലീസിനും സർക്കാരിനും ഒന്നും ഒളിക്കാനില്ലെങ്കിൽ ആ ആവശ്യം അംഗീകരിച്ചുകൂടെ? ഇനി കേസിന്റെ നൂലാമാലകൾ ഒക്കെ ഉയർത്തി പരമാവധി വൈകിപ്പിച്ച് എല്ലാ തെളിവും നശിപ്പിക്കുന്നതുവരെ കാത്തിരുന്ന ശേഷം അഥവാ ഹൈക്കോടതി CBIക്ക് വിട്ടാൽ തന്നെ എന്ത് പ്രയോജനം? ചെമ്പോള പോലീസ് സ്റ്റേഷനിൽ അഴിയൂർ സ്കൂൾ വിദ്യാർത്ഥിനിയായ 12കാരിയാണ് പരാതി കൊടുത്തത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റിലും കബഡി ടീമിലും അംഗമായിരുന്ന കുട്ടിയെ മുതിർന്ന കുട്ടികളാണ് മയക്കുമരുന്നിലേക്ക് നയിച്ചത്. 9ാം ക്ലാസ്സുകാരിയായിരുന്നു. സാവകാശം +1 കാരിയിലെത്തി. അവൾ കുട്ടിക്ക് MDMA നൽകി മയക്കുമരുന്നിലേക്ക് നയിച്ചു. മയക്കുമരുന്നിന് അഡിക്റ്റ് ആയതോടെ അവളെ കാരിയർ ആക്കി. പലയിടത്തും മയക്കുമരുന്നുമായി അവൾ പോയി. മുന്നോട്ട് പോകാനാവാതെ വന്നപ്പോൾ അവൾ മാപ്പ് സാക്ഷിയായി, കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു. അതോടെ എല്ലാം കീഴ്മേൽ മറിയുകയായി. അവൾ പറഞ്ഞ പ്രതികളിൽ ഒരാൾ അവിടുത്തെ DYFI പ്രവർത്തകൻ കൂടിയാണ്. അതിനാൽ അവന്റെ ബാപ്പ സിദ്ദിഖ് മുസ്ലിം ലീഗ് പ്രവർത്തകനും. പോലീസ് പരാതിക്കാരിക്ക് എതിരായി. അവൾ പറഞ്ഞത് പലതും രേഖപ്പെടുത്തിയില്ല, കേസെടുത്തില്ല. അവൾ പറഞ്ഞുകൊടുത്ത പ്രതികൾക്കെതിരെ കേസെടുത്തില്ല. കേസ് പിൻവലിക്കുവാൻ ഉന്നതതല സമ്മർദ്ദമായി.
കേസ് കൊടുത്തതുകൊണ്ട് സ്കൂൾ അധ്യാപകർ പോലും കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നു. മയക്കുമരുന്നുകാർക്ക് സംരക്ഷണം കൊടുക്കുവാൻ എല്ലാവരും റെഡി. പ്രതിപക്ഷത്തിന് വാ തുറക്കാനും മേല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രദേശത്തെയും പ്രവർത്തകരായുള്ള ചില സമുദായക്കാർ മയക്കുമരുന്ന് കച്ചവടത്തിൽ പിടികൂടപ്പെടുന്നതും അവർക്ക് ഭരണത്തിന്റെ സംരക്ഷണം കിട്ടുന്നതും കേരളം ഏറെ ശ്രദ്ധിക്കുന്ന യാഥാർത്ഥ്യമാണ്. പണ്ട് നാർക്കോട്ടിക് ജിഹാദിനെതിരെ പാലാ മെത്രാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മെത്രാനെതിരെ തിരിഞ്ഞതിന്റെ അണിയറ ബന്ധങ്ങൾ വെളിച്ചത്ത് വരികയാണ്. കുട്ടി കൊടുത്ത പരാതി പോലീസ് മനീഷും വാസുദേവനും ചേർന്ന് തിരുത്തിയതായി കുട്ടിയുടെ അമ്മ ചൂണ്ടിക്കാണിച്ചു. പോലീസ് മയക്കുമരുന്ന് ഗ്യാങ്ങിലെ ഒരാൾക്കൊപ്പം നിന്നു എന്നും അവർക്ക് ആക്ഷേപമുണ്ട്. ഇതിനെല്ലാം ഒടുവിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കി പ്രസ്താവന നടത്തി. ഇനി കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുമോ? അതുകൊണ്ടാണ് അമ്മ കേസ് അന്വേഷണം CBIക്ക് വിടണം എന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വാദം നടക്കുകയാണ്. പോലീസും ഡ്രഗ് മാഫിയയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അമ്മയുടെ പരാതി. ഇതാണ് കേരളത്തിന്റെ ഒരു മുഖം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് ഒരു 32കാരിയെ ആശുപത്രി ജീവനക്കാരൻ പീഡിപ്പിച്ചു. ഈ ഹീനകൃത്യം നടത്തിയ നാരദമനെ സംരക്ഷിക്കുവാൻ ഇടത് സംഘടനകൾ മുന്നോട്ട് വന്നു. മാർച്ച് 18-നാണ് പ്രതി പീഡിപ്പിച്ചത്. പരാതി വരികയും സംഭവം വളരെ ഗുരുതരമാവുകയും ചെയ്തതോടെ പോലീസിന്റെ ഇടപെടലുകൾ ഏറെ സംശയാസ്പദമായി. പരാതി പിൻവലിക്കുവാൻ പരാതിക്കാരിയെ ആശുപത്രിയിലെ 5 നഴ്സുമാർ ചേർന്ന് സമ്മർദ്ദത്തിലാക്കി. 5 വനിതാ ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്തില്ല. പരാതി പിൻവലിക്കുവാൻ സമ്മർദ്ദം ചെലുത്തിയതിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. പരാതിക്കാരിയുടെ അഭിഭാഷക ബാബിലെ ഉമ്മറിനെയും സഖാക്കൾ പേടിപ്പിച്ചു. സെപ്റ്റംബർ 5-ന് രാത്രി 5 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. 2 പേർ വിട്ടുനിന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐക്കാർക്ക് വേണ്ടി പോലീസ് വല്ലാതെ ഒത്താശ ചെയ്യുന്നതിന്റെ പല സംഭവങ്ങളായി. 2022 സെപ്റ്റംബർ ദിനേശ് എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഡിവൈഎഫ്ഐക്കാർ തള്ളി. എല്ലാം CCTVയിൽ തെളിയുകയും ചെയ്തു. പക്ഷേ പ്രതികളെ പോലീസ് പിടിക്കില്ല. അവർക്ക് കോടതിയിൽ ഹാജരാകുവാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അക്കാലത്ത് മർദ്ദിക്കപ്പെട്ട ദിനേശ് പറയുമായിരുന്നു, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും കേസ് പിൻവലിക്കില്ലെന്ന്. നേരത്തെ ഡിവൈഎഫ്ഐക്കാർ മറ്റൊരു സെക്യൂരിറ്റിക്കാരനെ തല്ലി. പക്ഷേ കേസ് പിൻവലിച്ചു. ദിനേശൻ നട്ടെല്ലിന് ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും സഖാക്കൾ അദ്ദേഹത്തെ തല്ലി തൊഴിച്ചു. ഭാര്യയും 2 പുത്രിമാരും ഉള്ള പാവം വിമുക്ത ഭടനെ എടുത്തിട്ട് തല്ലി പിണറായിയുടെ പോലീസ്. ആരെയും ഒന്നും ചെയ്തില്ല. കൊല്ലത്ത് ഒരു പട്ടാളക്കാരനെയും സഹോദരനെയും പിടിച്ചുകൊണ്ടുപോയി ഇടിച്ച കേസ് അന്വേഷണം നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥന് ആരാണ് മർദ്ദിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കാതെ വന്നു. ഈ പോലീസ് തന്നെ തൃപ്പൂണിത്തറ ഹിൽ സ്റ്റേഷനിൽ മനോഹരൻ എന്ന യുവാവിനെ ട്രാഫിക് കുറ്റത്തിന് പിടിച്ചുകൊണ്ടുപോയി. അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ഭാര്യയും 2 പുത്രിമാരുമുള്ള ആളാണ് മനോഹരൻ. മനോഹരനെ SI മാത്രമാണ് മർദ്ദിച്ചതെന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷണർ കണ്ടെത്തിയിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. കേസ് നടക്കുകയാണ്. തൃപ്പൂണിത്തറ ഹിൽ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചതിന്റെ പരാതിയുമായി വേറെയും 2 യുവാക്കൾ രംഗത്ത് വന്നു. കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കി എന്ന് കേസെടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് വേറെ മൊഴി പറയിപ്പിച്ചതായും പരാതിക്കാരൻ പറയുന്നു. ഏതായാലും പോലീസ് അതിക്രമത്തിന്റെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിരവധിയാവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത ചെങ്കോട്ടയിലെ യോഗത്തിലേക്ക് പ്രതിഷേധവുമായി കടക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച ഡൽഹി പോലീസിനെ കുറ്റം പറയുന്ന CPM ഭരിക്കുന്ന കേരളത്തിൽ രാജ്ഭവൻ സമരത്തിന് ചെന്ന യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചത് കണ്ട ജനം ചോദിച്ചു പോകുന്നു, മോദി ചെയ്യുന്ന തെറ്റ് പിണറായിയും ചെയ്യുന്നു എന്നോ? തൃശൂരിൽ നടന്ന മഹിളാ മോർച്ച സമ്മേളനത്തിൽ പ്രസംഗിച്ച BJP നേതാവ് K. സുരേന്ദ്രന്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധമായി എന്ന പരാതിയുമായി കോൺഗ്രസ് ചാടി പുറപ്പെട്ടിരിക്കുകയാണ്. തങ്ങളാണ് കൂടുതൽ BJP വിരുദ്ധർ എന്ന് കാണിക്കുകയാവണം ലക്ഷ്യം. CPMലെ സ്ത്രീകളൊക്കെ അഴിമതി നടത്തി തടിച്ചു കൊഴുത്ത് പൂതനകളായി എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. വില കുറഞ്ഞ വാക്കുകളോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു CPM നേതാക്കൾക്ക്. മുൻ മന്ത്രി KK ശൈലജ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് വിട്ടില്ല. അവരുടെ പുതിയ താരം അഡ്വക്കേറ്റ് വീണ നായർ സുരേന്ദ്രനെതിരെ സ്ത്രീകളെ അപമാനിച്ചതിന് പരാതി കൊടുത്തു. DGPക്ക് അവർ കൊടുത്ത പരാതി നടപടികൾക്കായി തൃശൂർ പോലീസിലേക്ക് അയച്ചു. പൂതന എന്ന് വിളിച്ചത് ബോഡി ഷെയ്മിംഗ് ആയി വരെ വീണ കരുതുന്നു. ഏതായാലും സുരേന്ദ്രൻ പിന്മാറുന്നില്ല. താൻ ആരെയും പേരെടുത്ത് പറഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ സുരേന്ദ്രൻ മന്ത്രി റിയാസിന്റെ വിവാഹത്തെക്കുറിച്ച് വളരെ ഹീനമായി പറഞ്ഞ മുസ്ലിം പണ്ഡിതനും
കുഞ്ഞാലിക്കുട്ടിയെയും രമ്യ ഹരിദാസിനെയും ചേർത്ത് ദുസ്സൂചനയോടെ സംസാരിച്ച ഇടതുമുന്നണി കൺവീനറായിരുന്ന വിജയരാഘവന്റെയും ഷാനിമോളെക്കുറിച്ച് പറഞ്ഞ ജി സുധാകരന്റെയും എല്ലാ വാക്കുകളും VS അച്യുതാനന്ദൻ, MM മണി തുടങ്ങിയവർ നടത്തിയ പരാമർശങ്ങളെയും കുറിച്ച് എന്തേ ഈ വേവലാതി ഉണ്ടായില്ല എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചടിച്ചു. വാർത്തയിൽ വരാൻ വഴി തേടുന്നു എന്നല്ലാതെ എന്ത് സ്ത്രീ അവകാശ സംരക്ഷണം എന്ന് കരുതി പോകില്ലേ? സ്ത്രീപക്ഷം എന്ന് പറയാൻ സാധിക്കാത്ത വിധം സ്ത്രീകൾക്കെതിരെ പറയുന്നവരല്ലേ CPM-കാർ. നിയമസഭയിൽ ഉണ്ടായ സംഘർഷത്തിനിടയിൽ KK രമ്യയുടെ കൈക്കുണ്ടായ പരിക്കിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടതിന് സച്ചിൻ ദേവ് MLA പ്രതിക്കൂട്ടിലല്ലേ? രമ്യയുടെ കൈയുടെ സ്ഥിതി സംബന്ധിച്ച് സത്യം കൂടുതൽ പരസ്യമായില്ലേ? അവരുടെ കൈയുടെ പ്ലാസ്റ്റർ അഴിക്കണമെങ്കിൽ 8 ആഴ്ചയെങ്കിലും വേണ്ടിവരും എന്നല്ലേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത്? പാർട്ടി പ്രവർത്തകരായ സ്ത്രീകൾക്ക് പോലും CPM-ൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ എന്തെല്ലാമാണ്? ഷൊർണൂർ MLA-ക്കെതിരെ ഉയർന്ന പരാതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ K സുധാകരൻ ഉയർത്തിയ ഉദാഹരണങ്ങൾക്ക് എന്തേ ആരും വിശദീകരണം കൊടുക്കുന്നില്ല? കണ്ണൂരിൽ ഒരു യുവ പാർട്ടി പ്രവർത്തക ഭർത്താവിനെതിരെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആലപ്പുഴയിൽ വീട്ടമ്മയുടെ പരാതി വന്നു. എല്ലാം പാർട്ടി ഒതുക്കി. മുൻ മന്ത്രിമാരായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, മുൻ സ്പീക്കർ P ശിവരാമകൃഷ്ണൻ എന്നിവർക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങൾക്കെതിരെ ഒരു അപകീർത്തി കേസ് പോലും കൊടുക്കാത്തത് എന്തെന്ന ചോദ്യം നാട്ടിലെ എല്ലാവരുടെയും ആണ്. ഐസ്ക്രീം പാർലറും സോളാറും കേരളത്തിലാകെ കത്തിച്ചവരാണ് ഇപ്പോൾ നിശബ്ദരാകുന്നത്. അടുത്ത കാലത്തായി മോദി സർക്കാർ നടത്തുന്ന വേട്ടയാടലുകൾ രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തുമോ? അതിലും ആഴമുള്ള മറ്റൊരു ചോദ്യമുണ്ട്. ഇതിലൂടെ അതല്ല, ഭാരതം രക്ഷപ്പെടുമോ? നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുമോ? അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുമോ? രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും അതിനുശേഷം ലണ്ടനിൽ നടത്തിയ പത്രസമ്മേളനവുമെല്ലാം അദ്ദേഹത്തിന്റെ ഇമേജ് കാര്യമായി വർദ്ധിപ്പിച്ചു എന്നത് സത്യം. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന് ലണ്ടനിൽ അങ്ങനെ പറയാനും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനും സാധിച്ചത് എന്നത് സത്യത്തിന്റെ ഒരു വശം. ചൈനയിലോ അതുപോലുള്ള രാജ്യത്തോ ആയിരുന്നെങ്കിൽ തിരിച്ചുവരവ് നടക്കുമായിരുന്നു. എന്നാൽ തിരിച്ചു വന്ന അദ്ദേഹത്തിന് ലോകസഭയിൽ വാ തുറക്കുവാൻ പോലും അനുമതി കിട്ടിയില്ല എന്നത് ആ സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു വശം. ലളിത് മോദി, നീരജ് മോദി തുടങ്ങിയ തട്ടിപ്പുകാരെ പരാമർശിച്ച് ഇവരെല്ലാം എന്തേ മോദിമാരായി എന്ന് ചോദിച്ചതിന് രാഹുൽ സൂറത്ത് കോടതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. കോടതി വിധി മൂലം അദ്ദേഹത്തിന്റെ MP സ്ഥാനം നിമിഷങ്ങൾ കൊണ്ട് റദ്ദാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിയുവാൻ ഉത്തരവായി. അങ്ങനെ രാഹുലിന് വാർത്തകളിൽ സജ്ജമാക്കിയ പലതും മോദി ഭരണകൂടം ചെയ്തു. ഈ കേസിൽ കോടതിക്ക് സാധിക്കുന്നതിൽ പരമാവധി ശിക്ഷയായ 2 വർഷത്തെ തടവാണ് സൂറത്ത് കോടതി രാഹുലിന് വിധിച്ചത്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മദൻ ലോക്കൂർ അടക്കമുള്ള പലരും ഈ വിധി കടന്നുപോയി എന്ന പക്ഷക്കാരാണ്. വിധി പ്രഖ്യാപിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് HH വർമ്മയെ 5ാം പക്കം ജില്ലാ കോടതി ജഡ്ജിയായി ഉയർത്തുകയും ചെയ്തു. മാർച്ച് 25-നായിരുന്നു വിധി. 30-ന് അദ്ദേഹം ജില്ലാ കോടതി ജഡ്ജിയായി. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ എല്ലാ സംസ്ഥാനത്തെയും കോടതികളിൽ കേസ് കൊടുക്കുവാനാണ് BJP ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ബീഹാർ നേതാവായ സുശീൽ മോദി കൊടുത്ത പരാതിയിൽ പാറ്റ്ന ഹൈക്കോടതി രാഹുലിന് ഏപ്രിൽ 12-ന് ഹാജരാകുവാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 7 അപകീർത്തി കേസുകളാണ് രാഹുലിനെതിരെ ഉള്ളത്. സൂറത്ത് കോടതിയുടെ വിധി വന്ന 3ാം പക്കമാണ് MP സ്ഥാനം കളഞ്ഞത്. അതുകൊണ്ട് രാഹുലിന് ഗുണമോ ദോഷമോ എന്ന് കളഞ്ഞവർ ചിന്തിച്ചിരിക്കുമോ ആവോ? 4ാം പക്കം ഔദ്യോഗിക വസതി ഒഴിയാൻ ഉത്തരവായി. ഏതായാലും ഈ പ്രവൃത്തികളിലൂടെ BJPയുടെ ലക്ഷ്യം എന്തായാലും ഇതിലൂടെ രാഹുൽ തൽക്കാലം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലെത്തി. മമതാ ബാനർജി, K ചന്ദ്രശേഖര റാവു, അരവിന്ദ് കെജ്രിവാൾ 18 കക്ഷികൾ പ്രതിഷേധ സമരത്തിൽ പങ്കുചേർന്നു. BSP മാത്രം വിട്ടുനിന്നു. പക്ഷേ പ്രധാനമന്ത്രി പദവി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളുള്ള പ്രതിപക്ഷത്ത് ഈ ഐക്യം തുടരില്ലെന്നാവും BJP കരുതുന്നത്. പ്രധാന പദവിക്കുള്ള കോൺഗ്രസിന്റെ അവകാശവാദം കൂടുതൽ ശക്തമാക്കി പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനാവും അവർ നോക്കുന്നതെന്ന് കരുതുന്ന നിരീക്ഷകരുണ്ട്. രാഹുലിനെതിരായ നടപടികൾ പല കാര്യങ്ങളും ചർച്ചാ വിഷയമാക്കി. MP സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും ഔദ്യോഗിക വസതികളിൽ തുടരുന്നവരുടെ കഥകൾ വളരെ പെട്ടെന്ന് പ്രചരിച്ചു. പഴയ കോൺഗ്രസ് നേതാവ് ഡെമോക്രാറ്റിക് നവി ആസാദ് പാർട്ടിയുടെ ഗുലാം നബി ആസാദിന് 2021 ഫെബ്രുവരിയിൽ MP സ്ഥാനം പോയതാണ്. അദ്ദേഹം ഇനിയും വീട് വിട്ടിട്ടില്ല. BJP നേതാവായ രമേശ് പെക്രിയാലിനെ 2021 ജൂലൈയിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയതാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വസതി
പുതിയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ചോദിച്ചിട്ടും പെക്രിയാൽ കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ മാധവറാവു സിന്ധ്യ മന്ത്രിയായിരുന്നപ്പോൾ താമസിച്ചിരുന്ന വീടാണ് എന്നതുകൊണ്ടായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ആ വീട്ടിൽ താല്പര്യം. പക്ഷേ 2022 ഏപ്രിലാണ് പ്രക്രിയാൽ വസതി ഒഴിഞ്ഞത്. കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അച്ഛൻ മരിച്ച് 1.5 വർഷം കഴിഞ്ഞാണ് വസതി ഒഴിഞ്ഞത്. കോൺഗ്രസ് നേതാക്കളായ അംബിക സോണി, കുമാരി ഷെൽജ എന്നിവർ ഔദ്യോഗിക വസതി നിലനിർത്താനായി കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി സമ്മതിച്ചില്ല. BJP നേതാക്കളായ LK അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും വസതി കൊടുക്കുന്നു. നോട്ടീസ് ലഭിച്ച് 1 മാസത്തിനകം വസതി ഒഴിയണം. താമസിച്ചാൽ 2.15 ലക്ഷം പിഴയുണ്ട്. 8 മാസത്തിലധികം താമസിച്ചാൽ 10 ലക്ഷം രൂപയാണ് പിഴ. 1 മാസം കഴിഞ്ഞ് 3 ദിവസം പുതിയ താമസക്കാരനായുള്ള റിപ്പയർ സർക്കാർ തുടങ്ങും. ഏതായാലും രാഹുൽ വസതി ഒഴിയാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2 വർഷത്തെ തടവ് അനുഭവിക്കാം എന്ന പക്ഷക്കാരനായിരുന്നു രാഹുൽ എന്നും, പക്ഷേ പാർട്ടി സമ്മതിക്കാത്തതുകൊണ്ടാണ് അപ്പീലിന് സമ്മതിക്കുന്നതെന്നും കേൾക്കുന്നു. ഇത്തരം വിധികളും അനന്തര നടപടികളും വരുമ്പോൾ കോടതികൾ നീതിപൂർവമോ എന്ന സന്ദേഹം ഉയരുക സ്വാഭാവികമാണ്. ഭരണഘടനാ സംവിധാനങ്ങളെ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ നോക്കുന്നവരും അവരെ നീതിരഹിതരായി സഹായിക്കുന്നവരും ചോർത്തിക്കളയുന്നത് ഈ വിശ്വാസ്യതയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ച ചൌക്കിദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യത്തെ BJP കോടതി വഴി നേരിട്ടതും ഓർക്കുക. വിമർശിക്കുന്നവർക്കെല്ലാം എതിരെ മാനനഷ്ട കേസുകൾ കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ജയലളിത. അവർ കൊടുത്തത് 1000 കേസുകൾ. അവർ പരാതിപ്പെട്ട പ്രതികളിലാരും ഏറെക്കാലം ജയിലിൽ കിടന്നതായി അറിവില്ല. എന്നാൽ അവർ അഴിമതി കേസിൽ ജയിലിലായി, തോഴിയും കിടന്നു. കാവ്യനീതി നിറവേറാതിരിക്കില്ല. അവരുടെ പ്രസ്ഥാനത്തെ അതിലുള്ളവർ തന്നെ ഇല്ലാതാക്കുന്നു. എല്ലാവർക്കും എല്ലാ അധികാരവും വേണമെന്നുള്ള കാലത്ത് അതാണ് സംഭവിക്കുക. RSS ഉള്ളിടത്തോളം കാലം അത്തരം ഒരു ദുർഗതി BJPക്ക് ഉണ്ടാവാനിടയില്ല. പക്ഷേ കാവ്യനീതി ഉണ്ടായിക്കൂടുന്നില്ല. ഡൽഹിയിലെ പുതിയ BJP ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ നടത്തിയ വിലാപത്തിൽ മോദി പറഞ്ഞു, എന്നെ ജയിലിലാക്കുവാൻ നോക്കിയവരാണ് ഇവർ. പക്ഷേ ഭാരതത്തിലെ ജനങ്ങൾ എന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അത് രാഹുലിന്റെ കാര്യത്തിലും സംഭവിച്ചുകൂടുന്നുണ്ടോ? രാഹുൽ സംഭവത്തെ ഒതുക്കി വെച്ചുകൊണ്ട് മോദി സർക്കാർ നടത്തുന്ന അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളെ മോദി വിവരിച്ചു. തന്റെ സർക്കാരിന്റെ കാലത്ത് 5000-ലധികം അഴിമതി കേസുകൾ എടുത്തതായി അദ്ദേഹം വെളിപ്പെടുത്തി. UPA സർക്കാരിന്റെ കാലത്ത് ആകെ പിടിച്ചത് 5000 കോടി രൂപയുടെ അഴിമതിയാണെങ്കിൽ 2014 അത് 1,10,000 കോടിയായി മോദി പറഞ്ഞു. UPA കട്ടതിന്റെ കണക്കല്ലല്ലോ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. ഇവിടെ ഉയരുന്ന സന്ദേഹങ്ങൾക്കുള്ള വിശദീകരണമല്ലേ? അദാനി ഗ്രൂപ്പിന് ചൈനീസ് കമ്പനി കൊടുത്ത 20,000 കോടി ആരുടെ വക എന്ന് മോദി പറഞ്ഞില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കൂടുന്നതിനെ കുറിച്ചും പറഞ്ഞില്ല. ഏപ്രിൽ 1 മുതൽ മരുന്ന് വിലയിൽ ഉണ്ടാകുന്നത് 12% വില വർധനയാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നതേ ഇല്ല. രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന നീക്കങ്ങളിൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തിരക്കിട്ട് തീരുമാനം എടുക്കാത്തത് ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസലിനെതിരായ കേസിനുണ്ടായ പരിണാമങ്ങളാകണം. ഫൈസലിന് എതിരായ സെഷൻസ് കോടതി വിധിയും ശിക്ഷയും ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കി. ഇത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്ന ദിവസം രാവിലെ തീരുമാനം സെക്രട്ടേറിയറ്റ് റദ്ദാക്കി. തീരുമാനം റദ്ദാക്കേണ്ടി വന്നത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ശരിക്കും ഒരു തിരിച്ചടിയാണ്. സെഷൻസ് കോടതി വിധിയും ശിക്ഷയും ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും പിൻവലിക്കാതിരുന്ന അയോഗ്യതയാണ് ഇപ്പോൾ പിൻവലിക്കപ്പെടുന്നത്. തങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഫൈസലിനെ അയോഗ്യനാക്കിയത് എന്ന് വ്യക്തം. അതുകൊണ്ടാണല്ലോ കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തീരുമാനം പിൻവലിച്ചത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കവും കോടതി സ്റ്റേ ചെയ്തു. വഴി മാറി അടിയും കൊണ്ടു മാനവും പോയി എന്ന സ്ഥിതിയിലായി കേന്ദ്രം. പ്രതിപക്ഷ ഐക്യത്തെ രാഹുൽ സംഭവങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ വികാരം കാത്തുസൂക്ഷിക്കാനും വളർത്തിയെടുക്കാനും സാധിച്ചാൽ BJPക്ക് വലിയ ഭീഷണിയാകും. പ്രതിപക്ഷ ഐക്യം വളർത്തുന്നതിനായി രാഹുൽ പ്രതിപക്ഷ നേതാക്കൾക്ക് കത്തെഴുതിയത് നല്ല തുടക്കമാണ്. നേരിട്ടിറങ്ങി കളിക്കേണ്ട കാലമാണിത്. തുടർ സമര നീക്കങ്ങൾ കൂടുതൽ ആലോചിച്ചു മതി എന്ന കോൺഗ്രസ് തീരുമാനവും മികച്ചതായി. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിനുള്ള നീക്കം കോൺഗ്രസ് ഉപേക്ഷിച്ചത് ഇക്കാരണം കൊണ്ടാണ്. ലോക്സഭയിൽ രാത്രി സമരം നടത്താനുള്ള ആലോചനയും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു.
ഭാവി നടപടികൾ സമവായത്തിൽ എത്തിക്കൊണ്ട് മതി എന്ന ചിന്ത ശക്തമായിട്ടുണ്ട്. ഇതെല്ലാം നല്ല സൂചനകളാണ്. എങ്കിലും പ്രധാനമന്ത്രിയാകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം രാഹുൽ തിളങ്ങുന്നതിൽ ഖിന്നരാവും. അവർ മുഖം തിരിക്കുകയും തങ്ങളിലേക്ക് തന്നെ നോക്കുകയും ചെയ്യും. ആ ഭിന്നത വളർന്നാൽ BJP മൂന്നാം വട്ടവും ജയിക്കും. പ്രതിപക്ഷ മുന്നണിക്ക് പല തടസ്സങ്ങളുണ്ട്. കോൺഗ്രസ് പലയിടത്തും പ്രധാന പ്രതിപക്ഷമാണ്. അവർക്ക് മുന്നണി ബുദ്ധിമുട്ടാകും. കേരളത്തിൽ, കർണാടകത്തിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ ഒക്കെ അതാണ് സ്ഥിതി. ആശയപരമായും പ്രശ്നമുണ്ട്. സവർക്കർക്കെതിരെ രാഹുൽ പറഞ്ഞ വാക്കുകൾ ശിവസേനയെ മുറിപ്പെടുത്തിയില്ലേ? ത്രിപുരയിൽ സംഭവിച്ചത് തന്നെ നല്ല ഉദാഹരണം. അവിടെ കോൺഗ്രസും CPM-ഉം സഹകരിച്ചു. പക്ഷേ തൃണമൂലിനെ ചേർത്തില്ല. അതിന് അവർക്ക് കഴിയില്ല. ഫലമോ BJP ജയിച്ചു. ബംഗാളിലെ മമതയുമായും യോജിക്കുവാൻ ഇവർക്കാവില്ല. അതുകൊണ്ട് മമത അവിടെ ജയിക്കാതിരിക്കില്ല. എന്നാൽ രാഹുൽ പുറത്തുനിന്ന് പട നയിച്ചാൽ ബദൽ കുറെ കൂടി എളുപ്പമാവും. രാഹുൽ ഗാന്ധിജിയുടെയോ ജയപ്രകാശിന്റെയോ ദൗത്യം ഏറ്റെടുക്കുക. കോൺഗ്രസ് തൽക്കാലം പ്രധാനമന്ത്രി പദത്തിനുള്ള അവകാശം വിടുക. പവാറോ അതുപോലുള്ള നേതാക്കളോ വരട്ടെ. കോൺഗ്രസിന് മന്ത്രിസഭയിൽ ചേരാം. UPA ചെയർമാൻ സ്ഥാനവും നിലനിർത്താം. പടനായകരെ നിയന്ത്രിക്കാനാവും. ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ JPക്ക് അതിന് സാധിച്ചു. അതുകൊണ്ട് മോദിയെ പുറത്താക്കാനാവും എന്നല്ലാതെ ഉറച്ചിരിക്കാനാവില്ല. ഇന്ദിരയെ പുറത്താക്കിയവർക്ക് 3 വർഷം തികയ്ക്കാനായില്ല. അതിലൂടെ BJP വളർന്ന് കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നത് അങ്ങനെയായിരുന്നു. 1969-ൽ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി പുറത്തുനിന്ന് പിന്തുണ കൊടുത്തത് ഇടതുമുന്നണി പൊട്ടിച്ചു. ഇത്തരം ഒരു നീക്കത്തിന് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമാകും. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.